വെടിനിർത്തൽ ലംഘിച്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഗസയിൽ നടത്തിയ ബോംബിങ്ങിൽ 50ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വാർത്ത വരുന്നത്. 2 ഇസ്രയേലി സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയിൽ തിരിച്ചടി നടത്തിയെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഈ ആരോപണം പക്ഷേ ഹമാസ് നിഷേധിച്ചുവെന്ന നമ്മുടെ ബി ജെയിംസ് പറയുന്നു. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അല്പം നേരത്തെ ആക്കി, നമ്മുടെ സമയമൊക്കെ ക്രമമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ബി പിക്ക് ഒരു ചുമന്ന ഉടുപ്പും കൂടെ തന്നേനെന്ന് കാര്യം നമ്മുടെ ടീഷർട്ടൊക്കെ ലഭ്യമായി കഴിഞ്ഞു. ടീഷർട്ട് ധരിച്ചാൽ കുറച്ചുകൂടെ ഗ്ലാമർ കൂടാൻ സാധ്യതയുണ്ട് ബി പിക്ക്. തീർച്ചയായിട്ടും. അങ്ങനെയാണോ? ബി പിക്ക് അത് അറിയാല്ലേ? അപ്പൊ നമ്മള് ഗസയിൽ നിന്ന് ഗസയിൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മാത്രമല്ല, വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഗസയിലെങ്ങും തലങ്ങും വിലങ്ങും ബോംബ് ചെയ്ത് 50ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത, ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ അതിന് പറയുന്ന ന്യായീകരണം, ഗസയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇസ്രായേൽ സൈന്യം, അതൊക്കെ അതിർത്തികളിൽ നിൽക്കുകയാണ്. അവർക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസിന്റെ നേതൃത്വത്തിൽ 2 ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയ ഒരു മേജർ അടക്കം. അതിന് തിരിച്ചടിയായിട്ടാണ് രോഷാകുലരായ ഇസ്രായേലി സൈന്യം യുദ്ധവിമാനങ്ങളുമായിട്ട് വടക്കൻ ഗസയിലെ ജബാലിയ, അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ റഫ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണം നടത്തിയ നഗരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അതിൽ 50ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. 150ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ദൃക്സാക്ഷികളുടെ വിശദീകരണം തന്നെ, ഞങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യുദ്ധവിമാനങ്ങൾ പാഞ്ഞു വരുന്നു എങ്ങോന്ന്, അതിനിടയിൽ ബോംബ് വീഴുന്നു, പലരും മരിച്ചു വീഴുന്നു. അലക്സ ആശുപത്രിയിലടക്കം ഒരുപാട് പേരെ മുറിവേറ്റ് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചു എന്നുള്ളത് അവർ നിഷേധിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേലിൽ വരുന്നുണ്ട് 2ാം ഘട്ട ചർച്ചകൾക്കായി. അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെയർദ് കുഷ്ണർ അടക്കമുള്ളവർ 2ാം ഘട്ടത്തിൽ ഈ ഹമാസ് നിരായുധീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി വരികയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഭക്ഷണം കൊടുക്കുന്നത് അതിർത്തിയിൽ നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് ഇനി കൊടുക്കണമെങ്കിൽ ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടുകിട്ടണം, ഹമാസ് അവരുടെ ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ കൂടി ഇസ്രായേലിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി വന്നുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യത്തിന് വഴങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ഈ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവരുടെ സർവകാല വിനാശമായിരിക്കും ഫലം അതല്ലെങ്കിൽ എന്നൊരു അന്ത്യശാസനം കൂടി ട്രംപ് കൊടുത്തിട്ടുണ്ടെന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. ട്രംപിനെ കൊണ്ട് വയ്യ, നമ്മൾ ഇദ്ദേഹത്തിനെ കണ്ടൊന്നും ജയിക്കാന്ന് ചോദിച്ചാൽ പറ്റത്തില്ല, അതെങ്കിലും തോപ്പിച്ചു ഒരു രക്ഷയില്ല. നേരത്തെ സെലൻസ്കിയുമായി ചർച്ച നടത്തിയപ്പോൾ പുടിനെ കുറച്ച് ശകാരം പറഞ്ഞു, ഇനി വേണ്ടി വന്നാൽ ടോമഹോക്ക് മിസൈൽ കൊടുക്കും, പുടിനെ അടിക്കും, റഷ്യയുടെ ഉള്ളിലേക്ക് മിസൈൽ പ്രയോഗിക്കും, മൊത്തം പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. പുടിനുമായി ഫോണിൽ സംസാരിച്ചു. 1.5 മണിക്കൂർ സംസാരം കഴിഞ്ഞ് സെലൻസ്കി ചെന്നപ്പോൾ സെലൻസ്കിയെ നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞ് റൊട്ടിയാക്കാന്നൊക്കെ പറയില്ലേ, വലിയ അതിൽ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ശകാരം, ശാപവാക്കുകൾ, ചീത്തവിളി, ബഹളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാണ്. ഈ ട്രംപിനെ വഴക്ക് പറയണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം സെലൻസ്കിക്ക്. സെലൻസ്കി കുറേ സഹിച്ച് കാണും, സഹിക്കാൻ പറ്റാതായപ്പോഴേക്കും. എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ തീയും പുകയും ഉണ്ടാവുന്ന രീതിയിൽ നടന്നു. വളരെ ദുഃഖിതനായിട്ടാണ് സെലൻസ്കി തിരിച്ചുപോയത്. ഇപ്പോൾ സെലൻസ്കിയോട് പറയുന്നത് പുടിൻ പറഞ്ഞ ടേംസിൽ, പുടിൻ എന്ന് പറയുന്നത് അത് കേട്ടിട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ നശിപ്പിച്ച് കളയും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും പുടിൻ്റെ ആവശ്യം താൻ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മുഴുവൻ വേണം റഷ്യക്ക്, എന്ന് വെച്ചാൽ 20% ഉക്രൈൻ്റെ പ്രദേശങ്ങൾ കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലും റഷ്യയുടെയും പുടിൻ്റെയും കൈ കിടക്കുകയാണ്. അത് വിട്ടുകൊടുത്താൽ പിന്നെ സെലൻസ്കി അവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. പുടിന് വഴങ്ങരുതെന്ന് പലതവണ ട്രംപിനോട് പറയും, പക്ഷേ ട്രംപ് പുടിനെ വന്നാൽ സായിപ്പിനെ കണ്ട കവാത്ത് മറക്കുമെന്ന് പറയുന്ന അവസ്ഥയാണ്. ട്രംപിന് ഇപ്പോഴും പുടിനോട് വല്ലാത്ത ആരാധനയാണ്. എന്തായാലും കാര്യങ്ങൾ യുക്രൈനിലെ മൊത്തം കുഴഞ്ഞു മറിയുന്ന അവസ്ഥയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.